ഈശുംശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അലൻ ദാസ്. ഞാൻ കളമശ്ശേരിയിൽ നിന്ന്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത് 2019 നവംബർ 3-ാം തീയതിയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറയാം. ഈ കൃപാസനത്തിൽ വരാമെന്നുള്ള ആ ഭാഗ്യം അതെല്ലാവർക്കും കിട്ടില്ല. അത് ആ സമയമാകുമ്പോൾ മാതാവ് കൊണ്ട് എത്തിക്കുന്നതാണ് കൃപാസനത്തിൽ. കാരണം വെച്ചാൽ അതുവരെ നമ്മൾ ജീവിതത്തിൽ കൂടെ പോകുന്ന പല വേദനകളും യാതനകളും എല്ലാം മാതാവ് ഈശോയിൽ അർപ്പിച്ച് നമ്മളെ എത്തിക്കുന്നതാണ് അവിടെ. അപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഇവിടെ ഉടമ്പടി എടുക്കാൻ പറ്റില്ലായിരുന്നു. ആ ദിവസം വേറെ ദിവസമായിരുന്നു വരേണ്ടത്. അപ്പോൾ അന്ന് മാതാവിൻ്റെ പ്രത്യേക ഇടപെടലുകൊണ്ട് ഞങ്ങൾക്കന്ന് ഉടമ്പടി എടുക്കാൻ പറ്റി. അത് തന്നെ ഒരു വലിയ കാര്യം. എന്നിട്ട് ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിച്ചതും കുറച്ച് എൻ്റെ വലിയ ഹയർ സ്റ്റഡീസൊക്കെ ചെയ്തത് ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ അന്നത്തെ രക്തത്തളപ്പിനകത്ത് നമുക്കിങ്ങനെ അത്ഭുതം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ വലിയ ഒരു ഫാൻറ്റസി തോന്നില്ല. ജസ്റ്റ് അത് ആൾക്കാരുടെ ഓരോ പെർസെപ്ഷനാണെന്നാണ് തോന്നണത്. പക്ഷെ ഞാനിവിടെ അന്ന് വന്ന് ഇവിടെ ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ വന്നിട്ട് ഞാൻ ആ മൂലയ്ക്ക് ഇരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഞാൻ ഉടമ്പടി പത്രികയും കയ്യിൽ വെച്ച് എൻ്റെ അമ്മയുണ്ടായി, എൻ്റെ ഒരു കസിൻ ചേട്ടനും ഉണ്ടായി. അപ്പം ഞങ്ങൾ 3 പേര് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മാതാവിനെ നോക്കി. അപ്പം ഞാനിങ്ങനെ നോക്കിയിട്ട് മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, മാതാവ് എൻ്റെ ജീവിതം അത്ര വലിയ ഡിസിപ്ലിൻഡ് ഒന്നുമല്ല, കുത്തഴിഞ്ഞൊരു ജീവിതമാണ്. അപ്പോൾ മാതാവിൻ്റെ മകനോട് പറഞ്ഞ് എന്നെ ഒന്ന് മകൻ്റെ ശക്തി എന്നിലൊന്ന് കാണിച്ചു തരണേന്ന് ഞാൻ വെറുതെ ഇങ്ങനെ ഇങ്ങനെ നോക്കിയിരുന്ന് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഞാനറിയാതെ എന്നെ വിങ്ങിപ്പൊട്ടി കരയണമായിരുന്നു ആ മൂലയ്ക്ക് ഇരുന്ന്. അപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ നോക്കിയിട്ട് പറയാണ്, ഇതെന്ത് പറ്റി, ഇവനെന്ത് പറ്റി? അപ്പം ഞാനിങ്ങനെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് എൻ്റെ വെള്ളമൊക്കെ കണ്ണീരൊക്കെ ഇങ്ങനെ മേത്തൊക്കെ ആയി ഞാൻ അവിടെ ഇരുന്ന് കരയുക. ഞാൻ ആരെയും നോക്കണമൊന്നുമില്ല. ഞാൻ അതുവരെ ചിന്തിക്കുമായിരുന്നു പലരും ഇവിടെ പള്ളിയിലൊക്കെ വന്ന് എങ്ങനെയാണ് കരയണമെന്ന്. പക്ഷേ അന്ന് എനിക്ക് മനസ്സിലായി, ഈ ചുറ്റുവട്ടം, ഈ കലവൂര് കൃപാസനം എന്ന് പറയുന്ന ഈ അത്ഭുത സ്ഥലത്ത് മാതാവിൻ്റെ ഒരു പ്രത്യേക സംരക്ഷണമുണ്ട്, മാതാവിൻ്റെ പ്രത്യേക ഒരു സാന്നിധ്യമുണ്ട്, ഈശോയുടെ സാന്നിധ്യമുണ്ട്. അങ്ങനെ എന്നെ സ്ട്രൈക്ക് ചെയ്തൊരു വചനം കേട്ടോ, നീ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്നുള്ളൊരു വചനം. അതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. അത് ഞാൻ എന്നിവിടെ വന്നാലും ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എനിക്കത് കിട്ടും. മാതാവ് അപ്പോൾ പറയും, അതെ അലൻദാസ് വന്നിട്ടുണ്ടെന്നുള്ള രീതിയിൽ എന്നെ തൊടും. ഒത്തിരി അഡിക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ ലൈഫിൽ. അപ്പം ഞാനത് ലൈഫിൽ നിന്ന് മാറില്ല എന്ന് വിചാരിച്ച കുറേ കാര്യങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തേ പിന്നെ എനിക്ക് അതിനകത്ത് ആ ഒരു അഡിക്ഷൻ എൻ്റെ ലൈഫിൽ വന്നിട്ടില്ല. പിന്നെ അതൊരു അഡിക്ഷനായി അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും എൻ്റെ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും ഒക്കെ മാതാവ് ഈശോയിലൂടെ തന്നു. ആ മാതാവിന്, അമ്മ മാതാവിനും ഈശോയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.